തന്നെയായിരുന്നു. അങ്ങനെ തന്റെ പ്രജയായ സീതാദേവിയുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതെ രജകപത്നിയുടെ വാദത്തിന് ആക്കം കൊടുത്തുകൊണ്ട് സീതാദേവിയെ കാട്ടിക്കളയുകയാണ്. കാട്ടിക്കളയാൻ ലക്ഷ്മണനോട് പറയുന്നത് ഒരു കള്ളം പറയാനാണ് ആവശ്യപ്പെടുന്നത്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ ഒരു കള്ളത്തരത്തിലൂടെയാണ് സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോയി വിടുന്നത്. കാട്ടിൽ കൊണ്ടുപോയി വിടുന്ന ലക്ഷ്മണന് ശ്രീരാമചന്ദ്രനേക്കാൾ മനുഷ്യത്വമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കാട്ടിൽ കൊണ്ടുപോയി വിടാൻ മനസ്സുമടിച്ച ലക്ഷ്മണസ്വാമി സീതാദേവിയെ വാൽമീകി മഹർഷിയുടെ ആശ്രമ പ്രാന്ത പ്രദേശങ്ങളിൽ ആണ് ഉപേക്ഷിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് കവി അത് വർണ്ണിക്കുന്നത്. സീതാദേവിയോട് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ കാട്ടിൽ ഉപേക്ഷിക്കാനാണ് ശ്രീരാമചന്ദ്രൻ തന്നോട് പറഞ്ഞത് എന്ന് ലക്ഷ്മണസ്വാമി സീതാദേവിക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ സാരഥിയുടെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാണൊന്ന് വിറയ്ക്കുന്നു എന്ന് കവി പറയുന്നു. കാരണം സാരഥിക്ക് പോലും അത് അവിശ്വസനീയമായിരുന്നു. അങ്ങനെ സീതാദേവിയെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. കഥ ബാക്കി എല്ലാം നമുക്ക് അറിയാവുന്നത് കൊണ്ട് കഥയുടെ ഗഹനമായിട്ടുള്ള തലങ്ങളിലേക്ക്, വിശദമായിട്ടുള്ള തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ വ്യത്യസ്ത കഥാ സന്ദർഭങ്ങളിലൂടെ വാൽമീകി മഹർഷി വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് എത്ര പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചാലും, എത്ര പൂർണ്ണനാകാൻ ശ്രമിച്ചാലും മനുഷ്യൻ അപൂർണനായി തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പൂർണ്ണതയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കഥയിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. ഇതേ കഥയെ ഒരല്പം മാറ്റിയിട്ടാണ് അധ്യാത്മരാമായണത്തിൽ വ്യാസഭഗവാൻ ചിത്രീകരിക്കുന്നത്. വ്യാസഭഗവാൻ വാൽമീകി മഹർഷിയുടെ കഥയെ അവലംബിച്ച് ഭാഗവതത്തിൽ രാമചന്ദ്രന്റെ അവതാരത്തെ വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനയുടെ അവസാനം മഹാഭാഗവതത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്രനായി ഈശ്വരൻ അവതരിച്ചത് കുടുംബത്തിനോടോ ധർമ്മത്തിനോടോ അതിയായ ആസക്തി ഉണ്ടായാൽ വിരഹവും ദുഃഖവുമായിരിക്കും ഫലം എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഭാഗം മഹാഭാഗവതം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യാസഭഗവാൻ ഇതേ ശ്രീരാമചന്ദ്രന്റെ കഥ അധ്യാത്മരാമായണത്തിലൂടെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് വരച്ച് കാണിച്ചു വരികയാണ്. അധ്യാത്മരാമായണത്തിലെ രാമൻ ദിവ്യ പുരുഷനാണ്. ആ ദിവ്യ പുരുഷന്റെ കഥയാണ് അധ്യാത്മരാമായണത്തിൽ വെളിപ്പെടുത്തുന്നത്. ജനിച്ച് വീഴുന്ന ഉടനെ കൗസല്യാദേവി ശ്രീരാമചന്ദ്രനെ കാണുന്നത് ചതുർബാഹു സ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണുവായിട്ടാണ്. അതായത് ബോധതലത്തിൽ നാം ഓരോരുത്തരും പരിപൂർണ ദിവ്യ സ്വരൂപങ്ങളാണ് എന്നാണ് ആ കഥാഭാഗം വെളിപ്പെടുത്തി തരുന്നത്. ആ ജനിച്ചു വീഴുമ്പോൾ നിഷ്കളങ്കമായിട്ടുള്ള ആത്മബോധത്തോടു കൂടിയ ഏതൊരു ജീവനും ഈശ്വരാംശം തന്നെ ആണ്. കാലാന്തരത്തിൽ മായയുടെ പ്രവർത്തന ഫലമായി അത് മറന്നുപോവുകയും അത് മറന്നുപോയി മനുഷ്യൻ അത് വീണ്ടെടുക്കുന്നതും ആണ് ആധ്യാത്മരാമായണത്തിലെ കഥാഭാഗം. ശ്രീരാമചന്ദ്രൻ ചില കഥാഭാഗങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വിശ്വാമിത്ര മഹർഷിയുടെ അഭ്യർത്ഥനയെ മാനിച്ച് തപോവിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരിൽ നിന്ന് മഹർഷിമാരെ രക്ഷിക്കുവാൻ വേണ്ടി ദശരഥൻ വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമചന്ദ്രനെ അയക്കുന്ന ഭാഗം വ്യാസഭഗവാൻ അധ്യാത്മരാമായണത്തിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നു. അങ്ങനെ രാക്ഷസന്മാരെ എല്ലാം തുരത്തി ഓടിച്ചതിന് ശേഷം വിശ്വാമിത്രനോടൊപ്പം മടങ്ങുന്ന ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രന്റെ കൂടെ ജനക മഹാരാജാവിന്റെ സദസ്സിലേക്ക് ചെല്ലുന്നു മിഥിലാപുരിയിൽ. അവിടെ സീതാദേവിയുടെയും സഹോദരിമാരുടെയും പരിണയം സ്വയംവരം നടക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സീതാദേവിയെ പത്നിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ശൈവചാപം എടുത്ത് കുലയ്ക്കണം, അതാണ് കണ്ടീഷൻ. അങ്ങനെ ശൈവചാപം എടുത്ത് കുലയ്ക്കുകയും ശൈവചാപം ഞാണ് കെട്ടുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ ശൈവചാപത്തിന് ഞാണ് കെട്ടുന്ന സമയത്ത് അത് പൊട്ടി ഒടിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെ അതിമനോഹരമായിട്ട് കവി വർണ്ണിക്കുന്നു. ഈ ശൈവചാപം ഒടിയുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തെ ഇടിനാദമായിട്ടും, ഇടിനാദം മുഴങ്ങുമ്പോൾ ഞടുങ്ങുന്ന പാമ്പുകളെ പോലെ മറ്റു രാജാക്കന്മാരും, ഇടിനാദം കേൾക്കുമ്പോൾ നൃത്തം വെക്കുന്ന മയിലിനെ പോലെ സീതാദേവിയുടെയും മനസ്സ് സന്തോഷിച്ചു എന്നാണ്. രാജാക്കന്മാരുടെ മനസ്സ് ദുഃഖ ഭൂയിഷ്ടമായി നിരാശരായി രാജാക്കന്മാർ. സീതാദേവിയാകട്ടെ ആനന്ദ തുന്തിലയായി എന്ന്. ഇവിടെ യോഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ സാധിക്കും. തന്റെ ഈശ്വരീയതയെ തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ സാധനയുടെ ഭാഗമായിട്ട് ഇതിനെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കും. അമ്പും വില്ലും എന്ന് പറയുന്നത്
ശ്വാസോച്ഛ്വാസമാണ്. പ്രാണായാമ പ്രക്രിയയാണ് അമ്പും വില്ലുമായിട്ട് ഉപമിക്കുക. ശരം ശ്വാസമാണ്, വില്ല് നട്ടെല്ലിനുള്ളിലുള്ള ശ്വാസസഞ്ചാരത്തെയാണ് ഇവിടെ ധ്വനിപ്പിക്കുന്നത്. ശ്വാസസഞ്ചാരം നട്ടെല്ലിനുള്ളിലൂടെ പരിശീലിച്ചു കഴിയുമ്പോൾ വിവിധ തരത്തിലുള്ള നാദങ്ങൾ കേൾക്കാൻ സാധിക്കുമെന്നും അതിലേറ്റവും ഉയർന്നതായിട്ടുള്ള നാദവും കേൾക്കുമെന്നും യോഗ താരാവലിയിൽ ശങ്കര ഭഗവത്പാദര് പ്രതിപാദിക്കുന്നു. അങ്ങനെ ഇടിനാദത്തിലാണ് മനസ്സ് നിർത്തുകേണ്ടതെന്നും ആ ഇടിനാദത്തിൽ നിർത്തുന്ന മനസ്സ് ലയിച്ച് പരമാത്മാവിൽ ചേരുമെന്നും പറയുന്നു. അപ്പോൾ ഞടുങ്ങുന്ന പാമ്പ് ഉണർന്നെഴുന്നേൽക്കുന്ന കുണ്ടലിനിയെയും നൃത്തം വയ്ക്കുന്ന മയില് ഉണർന്ന സഹസ്രാര പത്മത്തിന്റെയും പ്രതീകങ്ങളാണ്. ശ്വാസോച്ഛ്വാസ പ്രക്രിയയിലൂടെ കേൾക്കുന്ന നാദധ്വനി കുണ്ടലിനിയെ ഉണർത്തുകയും സഹസ്രാര പത്മത്തിലെത്തിച്ച് പരമ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും എന്ന് യോഗശാസ്ത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സീതാദേവി ഈശ്വരീയ ശക്തിയുടെ പ്രതീകമായിട്ട് വർത്തിക്കുന്നു. ആ സീതാദേവിയെ പരിണയിച്ച് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. യുദ്ധമില്ലാത്ത ഭൂമിയിലേക്ക് മടങ്ങുകയാണ്.